കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹം കൂട്ടത്തോടെ മറവ് ചെയ്തു എന്ന വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സർക്കാർ. DGP പ്രണബ് മൊഹന്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. എല്ലാ സൈഡിൽ നിന്നുമുള്ള സമ്മർദ്ദങ്ങൾ താങ്ങാതെ സർക്കാർ ഒടുവിൽ സമ്മതം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ പാർട്ടികൾക്കൊക്കെ വേണ്ടപ്പെട്ട ആളുകളും അവരുടെ സംഘവുമാണ് ധർമ്മസ്ഥലയിൽ സർവ്വ അധർമ്മ പ്രവർത്തനങ്ങളും നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേരത്തെ SIT രൂപീകരിക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്ന് മുഖ്യമന്ത്രി അവസാനം ഗതികെട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. അതായത് ധർമ്മസ്ഥലയിലെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവ് ചെയ്തു എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. ആ ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ തന്നെ DIG പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക. DGP പ്രണബ് മൊഹന്തിയുടെ പ്രത്യേക നേതൃത്വത്തിലാകും ഈ അന്വേഷണം നടക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അത് തന്നെയായിരുന്നു. DGP പ്രണബ് മൊഹന്തിയെ മാത്രമാണ് തനിക്ക് വിശ്വാസമുള്ളത്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെയും അദ്ദേഹത്തിന്റെ അഭിഭാഷകരുടെയും ആവശ്യം. അപ്പോൾ എന്തായാലും ആ ആവശ്യം ഒടുവിൽ സർക്കാർ പരിഗണിച്ചിരിക്കുന്നു, അത് പരിഗണിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ അദ്ദേഹമാണ് ഈ ഒരു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ആ സംഘത്തിൽ IG MN അനുച്ഛേദ്, ഒപ്പം തന്നെ DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദായം എന്നിവർ അംഗങ്ങളായിരിക്കും.